മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ? സത്യം പറഞ്ഞാല് ലെവി ഈ പ്രാവശ്യം പൈസ സ്പെൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അതിൽ ഒരു സൈനിങ് കംപ്ലീറ്റ് ആയി, മറ്റേ സൈനിങ് ഇപ്പോഴും നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലീഗൽ ആക്ഷൻ ഒക്കെ എടുക്കുന്നൊക്കെ പറയുന്നു. ഒന്നും ആയില്ല. പക്ഷെ അവര് എനിക്ക് തോന്നുന്നു ഡിലേ ആക്കാനുള്ള ടാക്ടിക് ആയിരിക്കും. കുറച്ചുകൂടി പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗ്രിമെന്റ് ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതുവരെ കോൺഫർമേഷൻ വന്നിട്ടില്ല ബ്രോ. അപ്പോ ഞാൻ ബാഴ്സയുടെ ഒരു ന്യൂസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റാഷ്ഫോർഡ് ഫൈനലി ബാഴ്സയിലേക്ക് എത്തിയിട്ടുണ്ട്. ബ്രോ, എന്താണ് ബ്രോയുടെ ഒരു വിലയിരുത്തൽ? പുള്ളി പഴയ ഫോമിലേക്ക് വരുമോ? പ്രൈം റാഷ്ഫോർഡ് ആയിട്ട് മാറുമോ ഫ്ലിക്കിന്റെ കീഴിൽ? ആയിട്ട് മാറിയില്ല. ഫ്ലിക്ക് മടലോട്ടി അടിക്കും. പറയാനായിട്ടാണ് ഡെസ്പറേറ്റ് ആണ്. ഉള്ള പറയാനാണ്. ബാർസ ഡെസ്പറേറ്റ് ആണ്. ഇപ്പൊ കുറെ ട്രോളൊക്കെ കണ്ടു. ഇവര് റാഷ്ഫോർഡിനെ ഏതാണ്ട് വലിയ സംഭവം പോലെയാണല്ലോ കാണിക്കുന്നത്. സത്യമാണ്. ഞങ്ങൾ ഒരു സൈനിങ്സ് ഒരു വിങ്ങർ വരാണ്ട് നമ്മൾ നോക്കിയിരിക്കുവായിരുന്നു. സോ നിക്കോ ആയിരുന്നു അൾട്ടിമേറ്റ് എയിം. സോ കിട്ടിയില്ല. റാഷ്ഫോർഡിലോട്ട് പോയി. ഇപ്പം ബാർസയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പൊ ലപ്പോർട്ടൊക്കെ വന്ന് പബ്ലിക്കലി പറയുന്നതല്ല. ഇതുവരെ ഒഫീഷ്യലി 1:1 ആയിട്ടില്ല. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഇതുവരെ സൈൻ ചെയ്ത് ഒരു പ്ലെയറിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. സോ മിഡ് ഓഗസ്റ്റ് അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇപ്പൊ ഒരു സൈനിങ് നടത്തണമെങ്കിൽ ഒന്ന് രജിസ്ട്രേഷൻ ഗ്യാരണ്ടീസ് ഇല്ലാത്ത ഒരു രജിസ്ട്രേഷൻ ഗ്യാരണ്ടി കൊടുക്കാം, പക്ഷെ വന്ന ഉടനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ അവർ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിട്ടൊരു പ്ലെയർ വരണം. ഫൈനാൻഷ്യലി വയബിൾ ആയ ഒരു ഡീൽ ആയിരിക്കണം. സോ റാഷ്ഫോർഡിലോട്ട് വരുമ്പോഴേക്കും പുള്ളി വേസ്റ്റ് കെട്ടെടുക്കാൻ റെഡിയാണ്. പുള്ളിക്ക് ഒരു ഗ്യാരണ്ടീസും വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ സാലറി മാത്രമേ ഉള്ളൂ, ലോണിന് നമുക്ക് ചെലവൊന്നുമില്ല. സോ നോ നോൺസെൻസ് സൈനിങ് ആയിരുന്നു. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ഗെയിം കളിച്ച് ലൂയിസ് ഡിയാസിന് അവർ 75 മില്യൺ വരെ ഭയം വിട്ടു. അതിറക്കാൻ നമ്മുടെ കയ്യിലില്ല. സോ ഇപ്പൊ ഒരു ഫാക്ട് ആണ്, ബാർസയുടെ കയ്യിൽ അതിറക്കാനൊന്നും ഇല്ല. സോ ബാർസ സെൻസിബിൾ ആയിട്ട് ഇതിൽ നിന്ന് പിന്മാറി. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഫൊഫാനയില്, ബെൻസഗിറില്, അക്ലിയോച്ചയില് അങ്ങനത്തെ എക്സൈറ്റിംഗ് യങ്സ്റ്റേഴ്സ് ഒക്കെ ഇല്ലെന്ന് ചോദിക്കും. പക്ഷെ അവർക്കൊക്കെ 60, 70, 80 മില്യൺസ് ഒക്കെയാണ് ആസ്കിംഗ് പ്രൈസ്. സോ ബാർസയ്ക്ക് ഇപ്പം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ വേജ് ബുക്സിൽ ഇപ്പം റാഷ്ഫോർഡിന് 14 മില്യന്റെ ഗ്യാപ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതേസമയത്ത് നമ്മളൊരു 60 മില്യൺ സൈനിങ് എടുത്തുവാണെങ്കിൽ അവരുടെ സാലറി ആയ 14 മില്യനും അതോടൊപ്പം വെച്ച് ഒരു 16 മില്യൺ, ഒരു 30 മില്യന്റെ ഡിഫറൻസ് ഉണ്ടാക്കണം. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സെൻസിബിൾ സൈനിങ് ആണ്. റാഷ്ഫോർഡ് കളിച്ചേ പറ്റും. പ്രഷർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാർസയ്ക്ക് വലിയ പ്രഷർ ഇല്ല, കാരണം പൈസ അധികം പോകുന്നില്ല. പക്ഷെ റാഷ്ഫോർഡിന് ഇത് പ്രഷറാണ്, കാരണം അവൻ പെർഫോം ചെയ്തില്ലെങ്കിൽ അവൻ ഔട്ടാണ്. അവൻ ഇനി ബാർസയുടെ മേളിലോട്ടില്ല, അവൻ ഇനി താഴോട്ട് പോകാനായിട്ടുള്ള ക്ലബുകളേ ഉള്ളൂ. സോ അവന് ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. നെക്സ്റ്റ് ഇയർ വേൾഡ് കപ്പ് ആണ്. വേൾഡ് കപ്പ് ടീമിൽ കയറാൻ അവനും പ്ലാൻ കാണും, മെയിൻ ആവാനായിട്ട് പ്ലാൻ കാണും. സോ ഡെഫിനറ്റ്ലി റാഷ്ഫോർഡ് പെർഫോം ചെയ്തേ പറ്റൂ. ബാർസയ്ക്ക് വേണ്ടി ഒരു 15 ഗോളേലും അടിക്കുക ലീഗിൽ. നന്നായിട്ട് പോട്ടെ ബ്രോ. അപ്പോ ഞാൻ പ്രീമിയർ ലീഗിലേക്ക് വരികയാണ് ബ്രോ. ലിവർപൂൾ ശരിക്കും പറഞ്ഞാല് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഒരു ആൾ അവൈലബിൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് മറ്റാൾക്കാരെ പോയി സൈൻ ചെയ്യുന്നു. ഇസാക്ക് ഇല്ലെങ്കിൽ ഇസാക്ക് വേണ്ട, നമുക്ക് എക്കിറ്റിക്ക ഉണ്ട്. എക്കിറ്റിക്ക ഇല്ലെങ്കിൽ റോഡ്രിഗോ ഉണ്ട്. ലൂയിസ് ഡിയാസ് പോണെങ്കിൽ പോട്ടെ. ഇതൊക്കെയാണ് ലിവർപൂളിന്റെ ഒരു ലൈന്. അവര് കപ്പടിച്ചതോടെ എന്താണ് നടക്കുന്നത്? അവർ PSR നമുക്കൊരു പ്രശ്നമില്ല. 200 മില്യൺ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാ നിൽക്കുകയാണ്. അവർക്ക് PSR ഒരു ഇഷ്യൂ അല്ല ബ്രോ. ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് സമ്മർ അവരൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ലാസ്റ്റ് ഇയർ ഒന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. അവർ പ്രീമിയർ ലീഗ് അടിക്കുകയും ചെയ്തു, കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് വരുന്നു. സോ അവർ നല്ല റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ റിപ്പോർട്ട് വരുന്നത് എന്നാന്ന് വെച്ചാല് അവർക്ക് ഇനിയും 120 മില്യൺ യൂറോസോ പൗണ്ട്സോ കൂടെ ഇനിയും സ്പെൻഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ലാതെ. പക്ഷെ അവർ ഇനി ലൂയിസ് ഡിയാസിനെ വിൽക്കും, 75-80 മില്യൺ വിൽക്കും. ഡാർവിൻ നൂനെസിന് 50 മില്യൺ മേലെ കിട്ടും. അയലിയറ്റിൽ 10-40 മില്യൺ പൗണ്ട്സ് കിട്ടും, ഫുൾ പ്രോഫിറ്റ്. വാൻഷാനെ വിൽക്കും, ഫുൾ പ്രോഫിറ്റ് വന്നു. ഇനി ബെൻഡോ ഒക്കെ, ഡാൻസ്, ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ എല്ലാം മാർക്കറ്റ് വെച്ചിട്ടുണ്ട്. സോ കണ്ണും കുട്ടികൾക്ക് 100-300 മില്യൺ PSR ബേക്ക് ചെയ്യാതെ ഇനിയും സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ സെയിൽസ് എല്ലാം നടന്നു. സോ അതുകൊണ്ട് അവരിപ്പോ ഇസാക്കിന്റെ പറയുന്നുണ്ട്. കിയസനെ കണ്ടില്ല, അറ്റ്ലാന്റ ടോപ്സ് തുടങ്ങാനായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. കിയസ പോവാണെങ്കിൽ കിയസയുടെ റീപ്ലേസ്മെന്റ് അവർ മാലിക് ഫൊഫാനെ നോക്കുന്നത്, ലയോണിന്റെ. എല്ലാവരും നോക്കുന്ന എക്സൈറ്റിംഗ് ആയിട്ട്. ഞാൻ ഓർത്തെ അവർ ലെഫ്റ്റില് കൊണ്ടുവരാൻ പോകുന്ന പ്ലെയർ ആയിരിക്കും മാലിക് ഫൊഫാന. റോഡ്രിഗോനെ കിട്ടിയില്ല, അല്ലല്ല, അവര് റോഡ്രിഗോയ്ക്ക് വേണ്ടി ടോപ്സ് തുടങ്ങി. അതെല്ലാം ഇപ്പം ജേർണലിസ്റ്റുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ കിയസ പോവാണ്, കിയസയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് മാലിക് ഫൊഫാനെ കൊണ്ടുവരാണ്. സോ അവര് പൈസ ഇറങ്ങുവാണ്. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം അവർക്ക് ഇറക്കാനായിട്ടുണ്ട്. രണ്ടെടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബ്രോ സ്ക്വാഡ് എടുത്ത് കൂട്ടിയിട്ട് വെറുതെയാണ്. ലാസ്റ്റ് സീസൺ ലിവർപൂൾ അത് അനുഭവിച്ചാണ്. ലിവർപൂളിന്റെ സ്ക്വാഡ് എടുത്ത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ആ PSG മാച്ച് അവർ കടന്ന് PSG അടിച്ച സ്ഥാനത്ത് അവർ ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കൂടെ അവരുടെ കയ്യിൽ ഇരുന്നേനെ. സോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എങ്ങനെ കാര്യങ്ങൾ പോകുമായിരുന്നത്. സോ സ്ക്വാഡ് ഡെപ്ത് ഇംപ്രൂവ് ചെയ്താൽ പറ്റും. 70 ഗെയിംസിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ഇയർ ലിവർപൂൾ കളിക്കുമായിരിക്കും നമ്മളെ കോമ്പറ്റീഷൻസിൽ ഫർദർ പോകാനാണ്. സോ സ്ക്വാഡ് ഡെപ്ത് ഇല്ലാതെ ഇനി പറ്റത്തില്ല. അതും ക്വാളിറ്റി ഓപ്ഷൻസും ആയിരിക്കണം. അമ്മ അതിന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നേ ക്ലബുകളിൽ.
നമ്മളിപ്പോ ആഴ്ചയിൽ പ്ലേയേഴ്സ് 3 കളി കളിക്കുന്നു എന്ന് പറയുമ്പോൾ ക്ലബ്ബുകൾക്ക് അമ്മാതിരി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ 100 രൂപ കിട്ടിയ സ്ഥാനത്ത് 500 രൂപ ഇപ്പൊ കിട്ടുന്നുണ്ട്. നേരത്തെ അപ്പൊ 100 രൂപ കിട്ടിയപ്പോ 50 രൂപ സ്പെൻഡ് ചെയ്ത കാലത്ത് 500 രൂപ കിട്ടുമ്പോൾ 200 രൂപ സ്പെൻഡ് ചെയ്യണമല്ലോ. സോ അതാണിപ്പോ അവർ നോക്കുന്നത്. അതെ, ഞാനൊന്ന് യുണൈറ്റഡിലേക്ക് വരികയാണ് ബ്രോ. യുണൈറ്റഡ് ഇപ്പോൾ അവസാന നിമിഷം ഒരു എംബ്യൂമയെ കൊണ്ടുവന്നിട്ടുണ്ട്. കുനിയുടെ സൈനിങ് ഓക്കെ ആയി. പക്ഷെ ഔട്ട് ഗോയിങ് നമ്മൾ വിചാരിച്ചതുപോലെ ഇപ്പോൾ റാഷ്ഫോർഡ് പോയത് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആന്റണി, സാൻചോനെ ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. കാരണം പുള്ളി പല ടീമുമായിട്ട് ലിങ്കപ്പ് ഉണ്ട്, പക്ഷെ ഒന്നും കൺഫേം ആയിട്ടില്ല. ഇപ്പൊ ഗർണാച്ചോ പറയുന്നു പുള്ളിക്ക് പ്രീമിയർ ലീഗിൽ നിൽക്കാൻ താല്പര്യം എന്ന് പറയുന്നു. ഹോയ്ലാൻഡിന് പോകാൻ താല്പര്യമില്ല. ഇങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ അവർക്ക് വിൽക്കണമെന്നുണ്ട്, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് വിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻകമിങ് ഇനി സൈൻ ചെയ്യണമെങ്കിൽ ഇതിൽ നിന്നൊരു റവന്യൂ വന്നാലേ അവർക്ക് ഇനി അത് റീപർപ്പസ് ചെയ്യാനുള്ള ഒരു പരിപാടിയുള്ളൂ. ബ്രോയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും, ലാസ്റ്റ് മിനിറ്റിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എനിക്ക് അവര് ഇവന്റെ സെയിൽ നടന്നില്ലേലും ഒരു സ്ട്രൈക്കർ, ഒരു മിഡ്ഫീൽഡറിനെ കൂടെ ഒരു 100 മില്യണോട് അവർക്ക് മാർക്കറ്റിൽ ഇറക്കാനുണ്ടെന്ന് തോന്നുന്നു. സോ സെൻസിബിളി അവർ മറ്റേറ്റ പ്ലസ് എഡ്രസന്റിയിൽ പുള്ളി ചെയ്യുന്നൊരു ഫീലാണ് എനിക്കിപ്പോ ഉള്ളത്. മറ്റേരോടോ അല്ലെ വോക്കിൻസിലോട്ടോ പോകുമായിരിക്കും. പക്ഷെ ഞാൻ പറയുകയാണ്, സെസ്കോ ഒക്കെ ടൂ മച്ച് എക്സ്പെൻസീവ് ആണ്. അങ്ങോട്ടേക്ക് ഇനിയും പോകുമെന്ന് അറിയത്തില്ല. ബ്രോ അവരാണ് ആവശ്യക്കാർ. ഇപ്പം സലീഷ് ബ്രോനെ നിസാരം ഓർത്താതെ, ഇപ്പം സലീഷ് ബ്രോയ്ക്ക് ഒരു സ്ഥലം വിൽക്കാനുണ്ട്, വിറ്റേ പറ്റൂ എന്നുള്ള ഒരു വാശിയിലാണെങ്കിൽ ഞാൻ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും. സലീഷ് ബ്രോയുടെ സ്ഥലത്തിന് 50 ലക്ഷം രൂപ മാർക്കറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ എനിക്കറിയാം പുള്ളി അത്യാവശ്യക്കാരനാണ്. ഒന്ന് വെയിറ്റ് ചെയ്ത് ആ ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ ചിലപ്പോൾ 40 ലക്ഷത്തിന് തരും. ഞാൻ വെയിറ്റ് ചെയ്യും കളി. അത് തന്നെയാണ് ഇവർ 60 മില്യൺ ഇപ്പൊ കണ്ടില്ല, എറണാകുളം ആസ്കിംഗ് പ്രൈസ് കുറഞ്ഞു വരുവാണ്. ഇപ്പൊ റാഷ്ഫോർഡിന് ഒബ്ലിഗേഷൻ ടു ബൈ ഉണ്ടെങ്കിലേ വിക്കത്തോളം വാശി പിടിച്ചെടുത്തു, ഓപ്ഷൻ ടു ബൈക്ക് വിറ്റു. സോ അവരെ ഫോഴ്സിലായി. പിന്നെ ഇപ്പം സാൻജോയ്ക്ക് 25 മില്യൺ പൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യുവന്റസുമായിട്ട് അഗ്രി ആയി 17 മില്യൺ അറൌണ്ട് അഗ്രി ആയി. സോ 8 മില്യൺ പൗണ്ട് കുറഞ്ഞു. സോ അങ്ങനെ ഇപ്പൊ റാസ്മസ് ഹോയിലൻഡിന് അവർ 45 ചോദിച്ചോണ്ടിരുന്നത്. അത്ര കിട്ടത്തിലായിരിക്കും, അത് കുറഞ്ഞ് വിൽക്കേണ്ടി വരും. അതുപോലെ ആന്റണിക്ക് അവർ 58 ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ക്ലബ്ബ് 58 ആന്റണിക്ക് ഇപ്പൊ ഇറങ്ങി കൊടുത്തില്ല. സോ അവർക്കറിയാം ഒന്നെങ്കിൽ ഇപ്പോഴേ ഡിമാൻഡ് കുറച്ചങ്ങ് വിറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഗെയിം കളിച്ച് ഓഗസ്റ്റിൽ ഇതിനേക്കാളും വില കുറയേണ്ടി വരും. സോ മേ ബി അവരിങ്ങനെ വെയിറ്റിംഗ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അത്യാവശ്യക്കാരായതുകൊണ്ട് ക്ലബ്ബുകൾ വെയിറ്റ് ചെയ്യും. ഇപ്പൊ മറ്റ് ക്ലബ്ബുകളെക്കാൾ അത്യാവശ്യം ഇവർക്കാന്നുള്ളത്. സോ അതാണ് ഇപ്പോഴത്തെ യുണൈറ്റഡ് സിറ്റുവേഷൻ. എനിക്ക് യുണൈറ്റഡ് ഒരു സ്ട്രൈക്കറോ ഒരു മിഡ്ഫീൽഡറോ ആഡ് ചെയ്യുന്ന ഒരു ടീമാണ്. അതെ, ആർസണലിലേക്ക് പോകുമ്പോൾ അവര് ഇപ്പോ ഹിയർ വി ഗോ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. യോക്കറേഷിന്റെ ഡീല് അവര് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ ഈ എത്ര പൈസ കൊടുക്കും, അഡ്വാൻസ് നെഗോസിയേഷൻ നടക്കുന്നു, ലണ്ടനിലേക്ക് പോകുന്നു, അവർ തിരിച്ചു പോകുന്നു. ഇങ്ങനെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് കൺഫേം ആയി. അവർക്ക് ഏറ്റവും വേണ്ടിയിരുന്നത് ഒരു സ്ട്രൈക്കറെ ആയിരുന്നു. ആ സമയത്താണ് അവർ പോയിട്ട് മധുവക്കെ സൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിഫൻസിലേക്ക് ഒരു സൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു പ്രോപ്പർ ആയിട്ട് ആ മിസ്സിംഗ് പീസ് ഓഫ് ദി പസിൽ. ഇനിയിപ്പോ ആർട്ടറ്റയ്ക്ക് എക്സ്ക്യൂസ് ഒന്നും ഇല്ല. പുള്ളി ഏതായാലും ഈ സീസണിൽ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങുകയാണ്. കാരണം ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. അവര് ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അവർ ട്രോഫിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു മേജർ ട്രോഫി അടിക്കേണ്ടത് ആർട്ടറ്റയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. അവിടെ അർട്ടറ്റ നല്ലൊരു ബാലൻസ് സ്ക്വാഡ് കിട്ടുന്നുണ്ട്. പുള്ളിക്ക് ഒരു ലെഫ്റ്റ് വിങ്ങർ അവേ ഫ്രം ക്വാളിറ്റി സ്ക്വാഡ്. ഇപ്പൊ മാഡിയൊക്കെ വന്നു, പുള്ളി നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ ആണ്. അവർ SADയിലും പുള്ളിയും തോന്നുന്നുണ്ട്. SA വരുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാല് ഒഡിഗാർഡിന് പക്ക ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ പുള്ളി പ്രൊവൈഡ് ചെയ്യും. ഒഡിഗാർഡ് ചില സമയത്ത് ഗ്രാൻഡഡ് ആയിരുന്നു. എന്തൊക്കെ വന്നാലും ഞാൻ കളിക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി ആയിരുന്നു. ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ചില മാച്ചുകളൊക്കെ. സോ അവിടെ ഒഡിഗാർഡിന് ഒരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ ബാക്ക് ലൈൻ ഓൾറെഡി സോൾഡ് ആണ്. ലീഗിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ആണ്. അതിലോട്ട് അവർ ക്രിസ്ത്യൻ മൊസ്കോറനെ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി അഡീഷൻ. പിന്നെ മിഡ്ഫീൽഡിൽ സുബിമെൻഡി എന്റെ ഒരു ഒപ്പീനിയനിൽ ക്വാളിറ്റി മിഡ്ഫീൽഡറാണ്. അന്യായ ക്വാളിറ്റി മിഡ്ഫീൽഡറാണ് സുബിമെൻഡി. മാസീവ് അപ്ഗ്രേഡ്. അതുപോലെ തന്നെ നോഗാർഡിനെ കൊണ്ടുവന്നിട്ടുണ്ട് ക്വാളിറ്റി ബാക്കപ്പ് ഓപ്ഷൻ. സോ റൈസിന് പുള്ളിയുടെ നാച്ചുറൽ റോള് കളിക്കാം. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ അപ്പുറത്ത് ലിവർപൂൾ ഒരു ബിഗ് സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അന്യ അറ്റാക്കേഴ്സ് വരുന്നുണ്ടെന്നാണ്. ഇപ്പോഴത്തെ ആർസണൽ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ബാലൻസ്ഡ് സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നു. നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. അറ്റാക്കിങ്ങിന് എന്റെ ഒരു ഒപ്പീനിയൻ റോഡ്രിഗോനെ അവർ പുള്ളി ചെയ്യുകയാണെങ്കിൽ ഗെയിം ചേഞ്ചറാണ്. പക്ഷെ റോഡ്രിഗോ ഇപ്പം ഗോളിലും ലിവർപൂളുമായിട്ടാണ് ലിങ്ക്. സോ ഒരു ക്വാളിറ്റി ലെഫ്റ്റ് വിങ്ങറിനെയും കൂടെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ നനേരിനെയും ലൂയിസ് കെല്ലിനെയും അവർ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ആർസണലിന് ഒരു നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഈ സൈനിങ്സുകളൊക്കെ കാണുമ്പോൾ ലിവർപൂൾ ആണ് ഇപ്പോൾ ഓൺ പേപ്പർ ഫേവറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിറ്റി നമുക്കറിയാം പെപ് ഗാർഡിയോള ഫുള്ളി ഫോക്കസ്ഡ് ആണെങ്കിൽ സിറ്റി അപ്പുറത്ത് ടീമുകൾക്ക് എത്ര വലിയ സ്കോർ ഉണ്ടെന്ന് പറഞ്ഞാൽ പെപ് ഗാർഡിയോള 100% ഫുള്ളി ഫോക്കസ്ഡ് ആണെങ്കിൽ ലീഗിന് ഫേവറേറ്റ് സിറ്റി ആയി മാറും. അത് നമ്മൾ എന്തൊക്കെ കപ്പ് കോമ്പറ്റീഷൻസ് ഡിഫറെന്റ് ഗ്രേവി, ബട്ട് ലീഗ് കോമ്പറ്റീഷനിലോട്ട് വരുമ്പോൾ നമുക്കറിയാം പെപ്പ് ഒരു ഡിഫറെന്റ് ബ്രീഡ് ആണ്, ഫോക്കസ്ഡ് ആണ്. സോ
എളുപ്പമായിരിക്കത്തില്ല. ലാസ്റ്റ് സീസണിന്റെ അത്ര എളുപ്പമായിരിക്കത്തില്ല ആർസണൽ, അതിനേക്കാളും കോമ്പറ്റീഷൻ. അതെ, ഞാനൊന്ന് ചെൽസിയിലേക്ക് പോവാണ് ബ്രോ. ചെൽസി ഇപ്പോ കേൾക്കുന്നത് അവര് ഹാവി സൈമൺസിന്റെ പിന്നാലെ ഒരു ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അവരുടെ സ്ക്വാഡ് ഇരിക്കുന്ന 2 ടീം ഉണ്ടാക്കിയുള്ള സ്ക്വാഡ് ഓൾറെഡി ഉണ്ട്, എല്ലാ പൊസിഷനിലും പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരിപ്പോഴും എന്താ പറയുന്നത്, നിക്കോളാസ് ജാക്സനെ വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. യുണൈറ്റഡുമായിട്ടൊക്കെ ലിങ്ക് കാണുന്നുണ്ട്, പക്ഷെ പുള്ളി പോകുന്ന അറിയില്ല, കാരണം അന്യായ പൈസയാണ് ചോദിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ഇപ്പോ ജാവോ പെഡ്രോ വന്നിട്ടുണ്ട്, ഡിലാപ്പ് വന്നിട്ടുണ്ട്, അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ്. എൻകുങ്കു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3-4 സ്ട്രൈക്കർ ആർസണലുണ്ട്. അപ്പൊ ആ മിഡിൽ നോക്കിയാലും മൾട്ടിപ്പിൾ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ റീസ് ജെയിംസ് ഫുള്ളി ഫിറ്റ് ആയിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ പുള്ളിനെ കളിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാലോ ഗുസ്തോ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ചെൽസിയുടെ സ്കോഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ യങ് ആയിട്ടുള്ള ഒരുപാട് ടാലന്റഡ് മിഡ്ഫീൽഡേഴ്സ്, ഇപ്പൊ കൈസേഡോ, എൻസോ അടങ്ങുന്ന മിഡ്ഫീൽഡേഴ്സ് അവർക്കുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മരസ്കക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കോഡ് ബിൽഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസ് ആണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ നമ്മളീ പറഞ്ഞ ജാക്സൺ പോകാനായിട്ടുള്ള സാധ്യത തള്ളി കളയാൻ പറ്റത്തില്ല. എൻകുങ്കുനെ അവർ വിൽക്കാൻ നോക്കുന്നുണ്ട്. സോ നമ്മൾ അതൊക്കെ നോക്കേണ്ട കാര്യമുണ്ട്. അവര് കുറച്ച് ഔട്ട് ഗോയിങ്സ് കാണും. പിന്നെ ഡിഫൻസിൽ മേ ബി ഹാറ്റോടെ ലിങ്ക്സ് കാണുന്നുണ്ട്. ഐ തിങ്ക് ഒരു ക്വാളിറ്റി അഡീഷൻ ആയിരിക്കും. മേ ബി ഒരു സെന്റർ ബാക്ക് സാഞ്ചസ് തന്നെ ഗോൾ കീപ്പർ ആയിട്ട് വേണോ, അതോ ഒരു അഡീഷൻ വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ എന്റെ ഒരു ഒപ്പീനിയൻ ചെൽസി ലീഗ് അടിച്ചാൽ ഞാൻ സർപ്രൈസ് ആയിരിക്കത്തില്ല. പക്ഷെ ആ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണെങ്കിലും അവരെക്കാളും ഫേവറേറ്റ് ആണ് ആർസണൽ, ലിവർപൂൾ, സിറ്റി എന്ന് പറയാം ഇപ്പൊ. പക്ഷെ ഇവർ അടിക്കുവാണെങ്കിൽ നമുക്കറിയാം ചെൽസിയാണ്. എനിക്ക് മെയിൻലി അവർ കപ്പ് കോമ്പറ്റീഷനിൽ ഒരു ഡേഞ്ചർ ടീം പോലെ തോന്നുന്നത്. എനിക്ക് ജാവോ പെഡ്രോ, പാൾമർ, പാൾമർ എസ്പെഷ്യലി എന്റെ ഫേവറേറ്റ് പ്ലെയർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗിലെ. അതോടൊപ്പം തന്നെ ജാവോ പെഡ്രോ ഭയങ്കര ക്വാളിറ്റി പ്ലെയർ ആണ്. ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിരുന്നു പുള്ളിക്ക് വേണ്ടി എന്തുകൊണ്ട് മറ്റു ടീമുകൾ സീരിയസ്ലി നീങ്ങിയില്ല എന്നുള്ള കാര്യത്തിൽ. ഗിറ്റൻസ് വന്നിട്ടുണ്ട്, ഏറ്റവും അതൊരു ക്വാളിറ്റി അഡീഷൻ. അതുപോലെ തന്നെ പെട്രോ നെറ്റോ ക്വാളിറ്റിയാണ്. ഇപ്പം ഭയങ്കരമായിട്ട് ആ ടീമിന് ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ വർക്കിലൂടെ. ഡെലാപ്പ് ക്വാളിറ്റിയാണ്. സോ ഡെഫിനറ്റ്ലി ആ സ്ക്വാഡ് ബിൽഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ലിവർപൂളിന്റെ കാര്യം പറഞ്ഞ പോലെ ചാബി സിമൻസിനെ അവർക്ക് വേണം. കാരണം നമ്പർ 10 റോളിൽ അവർക്ക് വേറൊരു ഓപ്ഷൻ വേണമെങ്കിൽ ഇറക്കണം. ഇപ്പൊ ഈ എസ്താവോ വില്ലൻ, കെൻട്രി പയസ്, ആൻഡ്രേ സാന്റോസ് ഒക്കെ ഒരു ബിഗ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത, അതുപോലെ വലിയ ബിഗ് ചാമ്പ്യൻസ് ലീഗ് ആയിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത പ്ലേയേഴ്സാണ്. സോ അവരെങ്ങനെ പെർഫോം ചെയ്തൊക്കെ പറയാൻ പറ്റത്തില്ല. ചാബി സിമൻസിന് ഗുണമെന്ന് പറഞ്ഞാൽ പുള്ളി വന്ന ഉടനെ പെർഫോം ചെയ്യും. കാരണം പുള്ളിക്ക് ബിഗ് ഗെയിം PSG-യിലാണെങ്കിലും ലൈപ്സിഗിലാണെങ്കിലും ബിഗ് ഗെയിം എക്സ്പീരിയൻസ് ഉള്ളതാണ്. സോ അപ്പുറത്തെ ലിവർപൂൾ എന്ത് ചെയ്യുന്നു അത് തന്നെ ഇവരും ചെയ്യുന്നു. സ്ക്വാഡ് ബിൽഡ് ചെയ്യുക, അഡീഷൻസ് എടുക്കുക. നമ്മൾ ഇനിയും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അയ്യോ ഇവൻ വന്നാൽ എന്ത് ചെയ്യും, അവൻ വന്നാൽ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ഒരു പൊസിഷനിൽ തന്നെ 2-3 ക്വാളിറ്റി ബാക്കപ്സ് വേണമെന്നുള്ള ഒരു സിനാരിയോ ആണ്. കാരണം ഗെയിംസ് കൂടുവാണ്. ലാസ്റ്റ് ഇയർ കണ്ടല്ലേ, സ്പാൻ ഓഫ് 9 days 4 ഗെയിംസ് വരെ കളിച്ചു. ബാർസയും റയലും ഒക്കെ ഒരു 9 days സ്പാനിൽ 4 ഗെയിംസ് കളിച്ചു. അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും 4 ബിഗ് ടോപ്പ് ഗെയിംസ് കളിച്ചിട്ടുണ്ട്. സോ ഇനി ഈ 4 സ്ഥാനത്ത് ചിലപ്പോൾ 5 ഗെയിം 9 ദിവസത്തിനിടെ കളിക്കേണ്ട ഒരു സിനാരിയോ വരാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. സോ സ്ക്വാഡ് ബിൽഡ് ചെയ്യുക, ബാക്കപ്പ് ഓപ്ഷൻസ് കൊണ്ടുവരാൻ, ഡെപ്ത് കൂട്ടുക, അതാണ് എല്ലാ ടീമുകളും ചെയ്യേണ്ടത്. പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ക്ലബുകളെല്ലാം, നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ടോട്ടനാമിനൊക്കെ കണ്ണും കൂട്ടി പൈസ ഇറക്കാൻ പറ്റും, അതുമാതിരി രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സ്ക്വാഡ് ഇംപ്രൂവ് ചെയ്യണം, അതല്ല ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ബ്രോ പറഞ്ഞ വളരെ കറക്റ്റാണ്. നമ്മളെ റവന്യൂ സ്ട്രീം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ നോട്ടീസ്ഡ് ആണ്. ഇപ്പോൾ നമ്മുടെ വെന്യൂ നന്നായിട്ട് തന്നെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുട്ബോളിന് പുറമെ കോൺസേർട്ട് വന്നാലും മറ്റു കാര്യങ്ങൾ വന്നാലും ആദ്യത്തെ പ്രിഫറൻസ് UK എന്ന് പറയുന്നത് നമ്മളെ വെന്യൂ ആണ്. കാരണം 60,000+ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അത് മാത്രമല്ല NFL ആയിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവർ 2-3 ഗെയിംസ് അവിടെ കളിക്കാൻ പരിപാടിയുണ്ട്. സീസൺ ടിക്കറ്റും, TV റവന്യൂ, ടോപ്പ് 4 റവന്യൂ, കപ്പടിച്ച റവന്യൂ. എനിക്ക് തോന്നുന്നു നമ്മളൊരു നഷ്ട കച്ചവടമല്ല പരിപാടി. ഈയിടെ ഒരു എക്സ്പേർട്ട്, ഫൈനാൻഷ്യൽ എക്സ്പേർട്ടിന്റെ ഒരു പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് റൺ ക്ലബ് ഇൻ ദ പ്രീമിയർ ലീഗ്, അതായത് ട്രോഫീസിന്റെ കാര്യത്തിലുള്ള ഫൈനാൻഷ്യലി ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ച് നോക്കുമ്പോഴേക്ക് ഏറ്റവും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്പെൻഡ് വെച്ച് നോക്കുമ്പോൾ ടോട്ടൻഹാം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അതെ. അപ്പോ ഈ ലീവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുള്ളിക്ക് ഒരു അണ്ടർ ദി ടേബിൾ ഗെയിമാണ്. പുള്ളിക്ക് വേണേ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളി ഈ സീസണിൽ പുതിയ മാനേജർ വന്നു, ആൻജ് പോയയുടെ ആ ഒരു സംഭവം നികത്തണം. ഇപ്പൊ കുഡൂസ് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്തൊരു സൈനിങ് ആണ്. ഇപ്പോൾ റെഡിങ്ങിനെതിരെയുള്ള ഗെയിമിനൊക്കെ പുള്ളിയുടെ മൂവ് ഒക്കെ കണ്ടിട്ട് ആ റൈറ്റ് വിംഗിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിലേക്ക് ഒരു അഡീഷൻ വന്ന് ഗിബ്സ് വൈറ്റും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഉണ്ടല്ലോ. ഉണ്ട്. പിന്നെ സബ്രാനിനെ നിങ്ങൾ PSG-യുടെ ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. കറക്റ്റ്, ഈ 2-3 ലിങ്ക്സ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവസാന നിമിഷത്തെ ലാസ്റ്റ് മിനിറ്റ് പുൾ ഡൗണിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നു. 1-2 സൈനിങ്സ് കൂടെ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വേണം, മിഡ്ഫീൽഡ് അഡീഷൻ വേണം. അതെ, ഇഞ്ചറി കൂടുതലാണ്.
അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോ നമുക്ക് ഡിഫൻസിൽ ക്വാളിറ്റി പ്ലേയേഴ്സ് നിങ്ങൾ പറഞ്ഞ പോലെ റൊമേറോ അല്ലെങ്കിൽ വാൻഡവൻ ഇഞ്ചുറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള പ്ലേയേഴ്സിന് 50-50 ആണ്. അത്ര ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സോളിഡ് ആയിട്ട് കളിക്കാൻ പറ്റിയ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 പ്ലേയേഴ്സ് നമുക്ക് വേണം. എസ്പെഷ്യലി ബ്രോ പറഞ്ഞ പോലെ ഈ 4-5 കോമ്പറ്റീഷനിൽ കളിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെട്ടുപോയത് മിഡ്ഫീൽഡേഴ്സ് മാഡിസൺ ഇല്ല. മാഡിസൺ പോയതോടെ ക്രിയേറ്റിവിറ്റി മൊത്തം പോയി. ഫ്രണ്ടിലാണെങ്കിൽ സ്ട്രൈക്കേഴ്സ് ഇല്ല. പിന്നെ നോക്കുമ്പോൾ ഡിഫൻസിലാണെങ്കിൽ രണ്ടുപേരില്ല. അപ്പൊ ആകെ ഒരു പ്രശ്നത്തിലായിരുന്നു. പിന്നെ പിള്ളേരെ വെച്ചിട്ടാണ് നമ്മൾ പല മാച്ചും മാനേജ് ചെയ്തത്. ആർച്ചി ഗ്രേനൊക്കെ ഡിഫൻസ് കളിപ്പിച്ചു, മിഡ്ഫീൽഡ് കളിപ്പിച്ചു, ലെഫ്റ്റ് വിങ് കളിപ്പിച്ചു. പുള്ളി കളിക്കാത്ത പൊസിഷൻ ഇല്ല, എല്ലാ പൊസിഷനിലും പുള്ളിയിട്ട് കളിപ്പിക്കുകയാണ്. അതായിരുന്നു അവസ്ഥ. അപ്പൊ അതിന് ഏതായാലും ഈ സീസണിൽ നടക്കില്ല. അപ്പോ പുള്ളി അത് ചെയ്യുന്നു വിചാരിക്കുന്നു. ഒരു അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് സിറ്റിയുടെ മിഡ്ഫീൽഡിനെ പറ്റിയിട്ടാണ്. അവിടെ റെയിൻഡേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ റോഡ്രി പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട്. റോഡ്രി ഒറ്റക്ക് മതി ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡ് ഒരു പിവറ്റായിട്ട് കളിക്കാം. പക്ഷേ റെയിൻഡേഴ്സിന് ഞാൻ നന്നായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്, ക്വാളിറ്റി പ്ലെയറാണ്. ഇവർ രണ്ടുപേരും കൂടെ ആ മിഡ്ഫീൽഡ് വന്നിട്ടുണ്ട്. ബോർഡ് എക്സ്പെക്ടേഷൻ എന്താണ്? എനിക്ക് തോന്നുന്നു ആ ഒരു പിവറ്റ് റീഡിഫൈൻ ചെയ്യാനുള്ള വല്ല ചാൻസും കാണുന്നുണ്ട്. എസ്പെഷ്യലി പെപ്പിന്റെ അണ്ടറിൽ ആ ഒരു റോള് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിറ്റി ഫുൾ ഓൾ ഔട്ട് അറ്റാക്കിന് പോയാലും അവർക്ക് കവർ ഉണ്ട്. അതെ, അതാണ് ഒരു ഗെയിം ചേഞ്ചർ. അവിടെ എന്താവും, അതിനോടൊപ്പം ചെറുക്കിയും കൂടെ ഒന്ന് ബ്ലെൻഡ് ആയ ഒരു നമ്പർ 10 റോൾ ബ്ലെൻഡ് ആയ ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ. എനിക്ക് റൈൻഡേഴ്സ് അതുപോലെ റോഡ്രി അവർ തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെ പോകും നോക്കണം. ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പിന്നെ പെപ്പ് ഗോർഡിയോള അറിയാലോ, പിവറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ പെപ്പ് ചെയ്യാനായിട്ട് ഒരു കോച്ചുള്ളൂ. സോ നോക്കാം. എന്തായാലും റൈൻഡേഴ്സ് സ്റ്റീലാണ്. 60 മില്യന് താഴെ ഒരു പാക്കേജിന് റൈൻഡേഴ്സിനെ അവർ എത്തിച്ചത് ഭയങ്കര സ്റ്റീലാണ്. ആർഗ്യുബിളി ലാസ്റ്റ് സീസൺ വൺ ഓഫ് ദ ടോപ്പ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ ഹോൾ വേൾഡ് ആണ്. സോ നോക്കാം, രണ്ട് ക്വാളിറ്റി പ്ലേയേഴ്സ്, റോഡ്രി ഫുള്ളി ഫിറ്റ് റോഡ്രി ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അതിനോടൊപ്പം എനിക്ക് അപ്രണ്ട് സബീനോ ഡോക്കു ഇവർ രണ്ടുപേരും എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളൂ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലിബറമെന്റോ ഡീലോടെ അവർ പുള്ളി ചെയ്യുവാണെങ്കിൽ സോളിഡ് സൈൻ ആണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ലിവർപൂൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്, ആർസണൽ ഇപ്പുറത്ത് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ക്വാളിറ്റി വൈസ് നോക്കാനാണ് സിറ്റിക്കുണ്ട്. അവിടെ ആ കോറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം പെപ്പ് എന്ന് പറയുന്ന കോച്ചാണ്. പെപ്പ് 100% ഫോക്കസ്ഡ് ആണെങ്കിൽ മറ്റു ക്ലബുകൾക്ക് ലീഗ് അടിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഇനി കംസ് ടു ലീഗ് കോമ്പറ്റീഷൻ പുള്ളി ഒരു മാസ്റ്റർ മൈൻഡ് ആണ്. സോ റോഡ്രി ആൻഡ് റൈൻഡേഴ്സ് ബ്രോ, ഞാൻ എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. റോഡ്രി, റൈൻഡേഴ്സ്, അതുപോലെ തന്നെ ചെൽസിയുടെ എൻസോ കൈസേഡോ, ഇവർ രണ്ടുപേരും എങ്ങനെ പോകുന്നുള്ള കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. ഓക്കെ ബ്രോ, നല്ല ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബ്രോ. ബൈ ബൈ, ടേക്ക് കെയർ.